ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളൂ നല്ലൊരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എൻ്റെ വീട്ടിലെല്ലാവർക്കും തന്നെ ഒരുപോലെ ഇഷ്ടമുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇതൊരു ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ അവിടെ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബീഫിൻ്റെ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും അതുപോലെ കുറച്ച് ഗീയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഏകദേശം ഒരു 2 ടീസ്പൂൺ ഗീയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 വലിയ ഉള്ളി മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ല നേർമയായിട്ട് വേണം മുറിക്കാൻ. അപ്പോൾ അതും കൂടി മുറിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര തിന്നായിട്ട് മുറിക്കുന്നോ അത്രയും വേഗം ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കിട്ടും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഉപ്പ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ടെടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലോണം മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഉപ്പൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വാടി കിട്ടുന്ന നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും എനിക്ക് ഈ മസാല ഉണ്ടാക്കുമ്പോൾ അധികം ഉള്ളി കാണുന്നത് ഇഷ്ടമല്ല കേട്ടോ ബിരിയാണിയിൽ. അപ്പോൾ നല്ലോണം തന്നെ വാട്ടിയെടുക്കും. അപ്പോൾ നമ്മളുടെ ഉള്ളി ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഏകദേശം ഒരു 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വലിയൊരു പീസ് ഇഞ്ചിയും ഒരു മുഴുവൻ വെളുത്തുള്ളിയുടെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം കുറച്ചൊന്ന് വഴണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 തക്കാളി ചെറുതായ അരിഞ്ഞാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയുടെ ഇതൊക്കെ ഒന്ന് അടിഞ്ഞ് കിട്ടുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതായി കിട്ടും. നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിൽ അധികം പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കുറേശ്ശെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എല്ലാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണിൻ്റെ അത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കൊറിയാൻഡർ പൗഡറാണ്. ഞാൻ ഇവിടെ ഏകദേശം 2 ടീസ്പൂണിൻ്റെ അത്രയും കൊറിയാൻഡർ പൗഡറും അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് കേട്ടോ. ഞാൻ ഇത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ മുഴുവൻ മസാല ആഡ് ചെയ്യാറില്ല. നമ്മളിതിങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഏകദേശം 1 കിലോയുടെ അത്രയും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ബീഫ് വേവിക്കുമ്പോൾ ഇതിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഉപ്പൊന്നും ഇട്ട് കൊടുത്തില്ല. അപ്പം ഏകദേശം ഒരു 3/4 വേവ് മാത്രമേ ഞാൻ അതിലാക്കിയിട്ടുള്ളൂ. ഇനി ബാക്കി മസാലയൊക്കെ ഇടുന്നിട്ട് വെന്തോളുമല്ലോ. അപ്പോൾ മസാലയിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ ഈ ബീഫിലേക്ക് പിടിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഏകദേശം അതിൻ്റെ 1/4 വേവോളം മാത്രമേ ഇത് വേവിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് വേവാനും വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ആ ഒരു ഉപ്പെല്ലാം ബീഫിൽ പിടിക്കുന്ന നേരം അത്രയും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ ഇതിലേക്ക് വരുന്ന വെള്ളം ഒന്ന് വറ്റിക്കിട്ടും വേണം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലോണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിന ഇലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ കറിവേപ്പിലയും അതും കൂടി ഇട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു വെള്ളം വറ്റി കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ബിരിയാണി മസാലയാണ്. അതും കൂടി നമുക്ക് നല്ലോണം ഇട്ടിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ഏകദേശം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് എങ്ങനെ ദമ്മാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ നോർമലി ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് ദമ്മാക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പാത്രത്തിലേക്ക്. അതിൻ്റെ മേലെ നമുക്ക് ചോറിൻ്റെ ഒരു ലെയർ കൊടുക്കാം. അപ്പോൾ കട്ടയില്ലാത്ത ചോറ് വേണം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾ എൻ്റെ റെസിപ്പി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഇത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മളുടെ ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഈ ഒരു ബിരിയാണിയിലേക്ക് കളറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ നോർമൽ കളർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ യൂസ് ചെയ്യാം, പക്ഷേ കളർ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നോർമലി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചോറിൻ്റെ ഒരു ലെയറും കൂടി ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചോറിൻ്റെയും അതുപോലെ മസാലയുടെയും 2 ലെയറാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത്. മസാല ഞാൻ മൊത്തമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ ചോറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കും, പെട്ടെന്ന് തന്നെ ദമ്മായി കിട്ടാൻ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് റോസ് വാട്ടറും. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കാം കേട്ടോ. അപ്പം എൻ്റെ തക്കാളിക്ക് നല്ല പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ആ ഒരു പുളിപ്പന്നെ മതിയല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളുടെ ചോറ് ഇവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ദമ്മായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഹോൾസ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ ആവിയൊക്കെ പുറത്ത് നല്ല രീതിയിൽ തന്നെ ദമ്മായി കിട്ടും. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അത് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.